കുഞ്ഞച്ചനല്ലേ? മനസ്സിലായില്ല. ഞാൻ കുഞ്ഞച്ചന്റെ ഇടവകയിൽ പുതുതായി വന്ന അച്ഛനാ, സക്കറിയാസ്. കുഞ്ഞച്ചനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ആര് പറഞ്ഞിട്ടാ അച്ഛൻ വന്നത്? ആരും പറഞ്ഞിട്ടല്ല. 2 മാസമേ ആയുള്ളൂ ഞാൻ നമ്മുടെ ഇടവകയുടെ വികാരിയായിട്ട്. ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുന്നതിനിടയിൽ 2 ദിവസം മുൻപാണ് മത്തായിച്ചന്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. അതെന്ത് പറ്റി? ഇടവകയിൽ ഒരു അച്ഛൻ വന്നാൽ ആദ്യം എത്തുന്നത് മത്തായിച്ചന്റെ ബംഗ്ലാവിലേക്കാണല്ലോ. അതെനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചുമില്ല. മത്തായിച്ചന്റെ അനുജൻ കുഞ്ഞച്ചൻ ഒരു കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചത്. ചിലതൊക്കെ ഞാൻ കേട്ടു. അന്ന് തന്നെ ഞാൻ ജയിൽ സൂപ്രണ്ടിന് ഫോൺ ചെയ്തു. അപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് കുഞ്ഞച്ചൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാണെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് വന്ന് കുഞ്ഞച്ചനെ കൂട്ടി പോകാമെന്ന് കരുതി. ഷെവലിയാർ തോത്തച്ഛന്റെ മകൻ കൊലപാതകയാണെന്ന് അറിഞ്ഞപ്പോൾ അച്ഛന് വിഷമം തോന്നിയിരിക്കും. എന്റെ ഇടവകയിലെ ആരെക്കുറിച്ച് കേട്ടാലും ഞാൻ വിഷമിക്കും. ഒരു പുതിയ കുഞ്ഞച്ചനെയും കൊണ്ട് എന്റെ ഇടവകയിൽ ചെല്ലാമെന്നുള്ള വെമ്പലോടെയാണ് ഞാനിവിടെ വന്നത്. അച്ഛൻ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ അച്ഛന്റെ കൂടെ പോരാൻ കഴിയാത്തതിൽ പ്രയാസവും. അതെന്താ, നാട്ടിലേക്ക് വരാൻ മടിയുണ്ടോ? അതല്ല, എനിക്കൊരാളെ കാണാനുണ്ട്. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളെ. എന്നെ തൂക്കുമരത്തിൽ നിന്ന് രക്ഷിച്ച ആ വലിയ മനുഷ്യനെ എനിക്ക് ആദ്യം കാണണം. ആരാണ് അദ്ദേഹം? അഡ്വക്കേറ്റ് രാമപ്രസാദ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഞാൻ ജയിലിൽ കഴിയുമ്പോൾ എനിക്ക് വേണ്ടി പോരാടി എന്നെ കൊലക്കേറിൽ നിന്ന് രക്ഷിച്ചത് അദ്ദേഹമാണ്. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച എന്താണെന്ന് എനിക്കറിയില്ല. ജയിലിൽ നിന്നിറങ്ങിയാൽ ആദ്യം അദ്ദേഹത്തെ പോയി കാണണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്. ശരി, പോയിട്ട് വരൂ. വന്നാലുടൻ പള്ളിയിലേക്ക് വരണം. ശരി.